500, 5000, 50,000 ബഡ്ജറ്റ് എത്രയായാലും റോങ് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടില്ല. പലരും മെറ്റ ആഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. നേരെ സെയിൽസ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം, നിങ്ങളുടെ ബ്രാൻഡ് ആർക്കും അറിയില്ലെങ്കിൽ ആരാണ് പിന്നെ നിങ്ങളുടെ നിന്ന് പർച്ചേസ് ചെയ്യുക? ആദ്യം വേണ്ടത് അവയർനെസ് ആണ്. ആളുകൾ നിങ്ങളെ അറിയണം, നിങ്ങളുടെ ബ്രാൻഡ് ഓർമ്മയിൽ വെക്കണം, പിന്നെ ട്രസ്റ്റ് ബിൽഡ് ആവണം. പിന്നെ അവർ നിങ്ങളുടെ കണ്ടന്റ് ഇന്ററാക്ട് ചെയ്യുകയും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്ട്സ് വ്യൂ ചെയ്യുകയും ചെയ്യും. വാട്സപ്പ് വഴിയോ ഇൻസ്റ്റന്റ് ഫോം വഴിയോ ലാൻഡിംഗ് പേജ് വഴിയോ ഇൻട്രസ്റ്റ് കാണിച്ചവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. ഇപ്പോഴാണ് സെയിൽസ് ക്യാമ്പയിൻ റൺ ചെയ്യേണ്ടത്. ഓൾറെഡി ഇൻട്രസ്റ്റ് ഉള്ള ഓഡിയൻസിനെ കസ്റ്റമേഴ്സായി കൺവേർട്ട് ചെയ്യാൻ. ആപ്പ് പ്രൊമോട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? ആപ്പ് പ്രൊമോഷൻ ഒബ്ജക്റ്റീവ് യൂസ് ചെയ്യൂ. അത് ക്വാളിറ്റി യൂസേഴ്സിനെ കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും. മെറ്റ ആഡ്സ് ഒബ്ജക്റ്റീവ് എന്നത് ഒരു ബട്ടൺ അല്ല, ഒരു സ്ട്രാറ്റജിയാണ്. ഫണൽ ഫോളോ ചെയ്യുന്നവർ റിസൾട്ട് ഉണ്ടാക്കും, റാൻഡം ബൂസ്റ്റ് ചെയ്യുന്നവർ ബഡ്ജറ്റ് വേസ്റ്റ് ആക്കും. അപ്പം നിങ്ങൾ ഇതിൽ ഏത് ടൈപ്പാണ്? റാൻഡമായി ആഡ്സ് റൺ ചെയ്ത് ബഡ്ജറ്റ് വേസ്റ്റ് ആക്കുന്നവരോ അതോ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് റിസൾട്ട്സ് ഉണ്ടാക്കുന്നവരോ? കൂടുതൽ പ്രാക്ടിക്കൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടിപ്സിനായി ഗാൽടെക് സ്കൂൾ ഓഫ് ടെക്നോളജിയുടെ പേജ് ഫോളോ ചെയ്യുക.